കൂടുതലും കാരഡേറ്റ്സ് കേക്കും പ്ലം കേക്കൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമുക്കൊരു ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബ്രൗണിയുടെയും കുക്കി പൈയുടെയും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ടെലിഗ്രാം ത്രൂ ആയിരിക്കും ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അസോർട്ടഡ് ബ്രൗണീസും അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബ്രൗണീസൊക്കെ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കേക്കിന് ഏറ്റവും ആദ്യം വേണ്ടത് ബട്ടർ സ്കോച്ച് സോസാണ്. അപ്പോൾ അത് ആദ്യം റെഡി ആക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സോസ് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ചെയ്യുമ്പോൾ മെൽറ്റായ അപ്പം തന്നെ നമ്മൾ ബട്ടർ ആഡ് ചെയ്യും. പക്ഷേ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. കാരണം ഇതിനകത്തേക്ക് നമ്മൾ ബട്ടർ സ്കോച്ച് എസൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേക്ക് ചെയ്യുന്ന ടൈമിൽ. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ ടൈഗർ മിക്സ് ആണ് ഉള്ളതെങ്കിൽ ഇത്രയും ഡാർക്ക് ആക്കണ്ട. നമ്മൾ നോർമലി ബട്ടർ സ്കോച്ചിൻ്റെ ഫ്രോസ്റ്റിംഗ് കേക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ സോസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് അത്രയും കളറിൽ വെച്ചിട്ട് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഫ്രഷ് ക്രീമോ അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പിയിൽ എസൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡാർക്കാക്കി നമ്മളുടെ സോസ് റെഡിയാക്കി വെച്ചത്. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി സോസ് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്ന ടൈം കൊണ്ട് നമ്മൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വേറൊരു ബൗൾ എടുത്തിട്ട് ഒരു 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ എടുത്ത് പറയാത്തത് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് 2 എഗ്ഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും മിക്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മിക്സാണ് ആഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി കളറും സ്മെല്ലും ഉണ്ടാകും. അതല്ല നമ്മൾ എസൻസാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മെല്ല് മാത്രമേ ഉണ്ടാകുള്ളൂ, കളർ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എസൻസാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കാരമൽ കളർ കുറച്ച് ഡാർക്ക് ആക്കി എടുത്തത്. അപ്പോൾ എസൻസ് നമ്മൾ ബട്ടർ സ്കോച്ച് എസൻസും വാനില എസൻസും കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് 1/2 ടീസ്പൂണും ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആദ്യം തന്നെ നമ്മളൊരു 1/4 കപ്പ് കാരമൽ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിലാണ്. ഓയിലും ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം സ്പീഡ് 1ൽ ഇട്ടിട്ട് വേണം കേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഏകദേശം നമുക്കൊരു 450 ഗ്രാമാണ് കേക്കിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ അളവുകൾ മെഷർമെൻറ്റ്സ് ഒക്കെ കൂടുതൽ എടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ആഡ് ചെയ്യാനായിട്ട്. കുറച്ചും കൂടി നമ്മൾ ആ ഉണ്ടാക്കിയ സമയത്തിനേലും കുറച്ചും കൂടി കളറ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബട്ടർ സ്കോച്ചിൻ്റെ ടൈഗർ മിക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സോസ് റെഡിയാക്കുമ്പോൾ ഇത്രയും കളറിൽ ചെയ്യണം എന്നില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബീറ്റർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ആൽമണ്ട്സോ എന്തെങ്കിലും നട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഒരു മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് എല്ലായിടത്തും ഈക്വലായിട്ട് നട്ട്സ് കിട്ടും. അപ്പോൾ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 450 ഗ്രാംസാണ് നമ്മളുടെ കേക്കിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡബിളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൽ ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കിയ ഉടനെ തന്നെ നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സാണ് പ്രീ ഹീറ്റ് ചെയ്തത്. കേക്ക് ബേക്ക് ആവാനായിട്ട് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സാണ് വേണ്ടി വന്നത്. ഇപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ടിന്നിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്ക് എടുത്തത്. അതുകൊണ്ട് ചൂടൊക്കെ നന്നായിട്ട് ആറി തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി പിറ്റേ ദിവസത്തേക്കാണ് പിന്നെ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അത് ഇങ്ങനെയുള്ള എല്ലാ കേക്കുകളും നമ്മൾ ഉണ്ടാക്കിയ അന്ന് കഴിക്കാതെ പിറ്റേ ദിവസത്തേക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കളറിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വേറെ
ബട്ടർ സ്കോച്ചിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചിട്ടുള്ള കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ നട്ട്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നട്ട്സ് ചേർക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അയക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.